ഈ ഗ്രിഡ് സപ്ലൈ ഓഫായി കഴിയുമ്പം ഡി ജിക്കുള്ള കമാൻഡ് പോകുന്നു, ഡി ജി ഓണായി, അതിൻ്റെ ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ ഇത്ര സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ആയ ശേഷം ഇത്ര സെക്കൻഡിന് ശേഷമാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ATS ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ചിൻ്റെ ഒരു കൺട്രോൾ വയറിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഗ്രിഡ് സപ്ലൈ ഇവിടെ ഓൾറെഡി ഞാൻ ഒരു MCB കൊടുത്തിട്ടുണ്ട്. ഇത് മെയിൻ ഗ്രിഡിന് വരുന്ന സപ്ലൈ ആണ്. ഇവിടെ അതുപോലെ തന്നെ ഡീസൽ ജനറേറ്റർ അല്ലെങ്കിൽ ഏതാണ് ജനറേറ്റർ അതിൽ നിന്ന് വരുന്ന ഒരു സപ്ലൈ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രേക്കർ MCB കൊടുത്തിട്ടുണ്ട്. അപ്പം DGക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോണ്ടാക്ടർ, അതിൻ്റെ ഒരു ഡിലേ ടൈമർ, പിന്നെ നമ്മുടെ നോർമൽ ഇലക്ട്രിസിറ്റി ഗ്രിഡ് സപ്ലൈ എന്ന് വരുന്ന അതിന് വേണ്ടിയുള്ള MCB, പിന്നെ ഒരു ഡിലേ ടൈമർ, ഓൺ ഡിലേ ടൈമർ, ഒരു കോണ്ടാക്ടർ, പിന്നെ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു റിലേ. ഇതൊരു 14 പിൻ റിലേ ആണ്. ഇത് 14 പിൻ റിലേ ആണ്. ഓക്കെ, ഇത് താഴെ ഈ കാണുന്നതാണ് A1 A2 സപ്ലൈ, കോയിൽ സപ്ലൈ. ഓക്കെ, ഇതിൽ താഴെ കാണുന്നത് ഞാൻ ഒരു 2 റിലേ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു റിലേയും ഇതിൻ്റെ സ്വിച്ചിങ്ങിന് വേണ്ടിയുള്ള റിലേ ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിൽ നിന്ന് സ്പെയർ ഉണ്ട്, ഇതിൽ നിന്ന് കൊടുക്കാം. പക്ഷേ DGയുടെ സ്റ്റാർട്ടിംഗ് സിഗ്നൽ എന്നൊക്കെ പറയുമ്പോൾ അത് ചിലപ്പം വോൾട്ടേജ് ഫ്രീ കോൺടാക്റ്റ് ഉള്ള സിഗ്നലും വരുന്നുണ്ട്, വോൾട്ടേജ് 24 ഒക്കെ ഉള്ള സിഗ്നലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ഇതിൽ വോൾട്ടേജ് ഉള്ള റിലേ ആയതുകൊണ്ട് ഞാൻ ഇതിൽ കൊടുക്കാതെ പാരലായിട്ട് ഒരു റിലേയും കൂടെ അഡീഷണൽ കൊടുത്തിട്ട് ഇതിൽ നിന്നാണ് ഞാൻ സ്വിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ വയറിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സപ്ലൈ കൊടുക്കുക. ഇതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതാണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെയാണ് ഇന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് ഔട്ട് എടുക്കാം. ഔട്ട് എടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് MCBയുടെ ഔട്ട് എടുക്കുന്നു. ഇവിടെ ഞാൻ ഇതിൻ്റെ ഒരു ഫേസ് സിഗ്നൽ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്. കൺട്രോൾ സെപ്പറേറ്റ്, പവർ സെപ്പറേറ്റ്, ബ്രേക്കർ വെച്ചാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ തൽക്കാലം ഇങ്ങനെ കൊടുക്കുകയാണ്, ലൂപ്പ് ചെയ്തിട്ട്. നമുക്ക് ഈ സെയിം സപ്ലൈ തന്നെ ലൂപ്പ് ചെയ്ത് ഈ കോയിലിലോട്ട് കൊടുക്കാം. സെയിം സപ്ലൈ തന്നെ. ഓക്കെ, ഇത് ലൂപ്പ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പം ഇത് ഞാൻ പാരലായിട്ട് 2 റിലേ യൂസ് ചെയ്യും. സെയിം ടൈമിൽ 2 ഓപ്പറേറ്റ് ആകുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പം അത് നമ്മൾ ലൂപ്പ് ചെയ്യാൻ വേണ്ടി ഈ സപ്ലൈ നമ്മൾ ഇത് ലൂപ്പ് ചെയ്യാം. ഈ ഒരു കണക്ഷൻ ഇവിടെ ലൂപ്പ് ചെയ്തു. ഓക്കെ, അപ്പം ഇതൊക്കെ ആയി. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ മെയിനായിട്ട് സ്വിച്ചിങ്ങിന് ഉപയോഗിക്കുന്ന റിലേ. വൈറ്റ് കളറിലെ ബേസുള്ള റിലേ സ്വിച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ചേഞ്ച് ഓവർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലിപ്പം ഡയറക്റ്റ് ഇപ്പോൾ നമ്മൾ പവർ ഓൺ ചെയ്യുമ്പോൾ സപ്ലൈ ഇവിടെ വരെ വന്നിട്ടുണ്ട്, 2 റിലേയും ആക്റ്റീവ് ആകുന്ന രീതിയിൽ. ഇപ്പോൾ ന്യൂട്രൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിന് മുന്നായിട്ട് നമ്മൾ ഈ ഒരു സപ്ലൈ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഈ ഒരു കോമണിലും കൊടുക്കണം. നമുക്ക് ലൂപ്പ് ചെയ്ത് കൊടുക്കാം. ഇതതിൻ്റെ ആ ഒരു സെയിം സപ്ലൈ തന്നെ താഴോട്ട് അതിൻ്റെ കോമണിലോട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ കോമണിൽ വരെ സപ്ലൈ വന്ന് നിൽക്കും ലൈവായിട്ട്. അത് ഇലക്ട്രിസിറ്റി ഗ്രിഡ് സപ്ലൈ. ഇവിടുന്ന് ലൂപ്പ് ചെയ്ത് ഈ കോമണിലോട്ട് നമ്മളിത് കൊടുക്കുകയാണ്. ഈ കോമൺ താഴെയാണ് ഇതിൻ്റെ കോമൺ വരുന്നത്. ഓക്കെ, കോമണിൽ കൊടുത്തു. ഇത്രയൊക്കെ അല്ലേ. ഇവിടെ ലൈവ് സപ്ലൈ എപ്പോഴും നമ്മൾ മെയിൻ ഗ്രിഡിൽ നിന്ന് വന്ന് ലൈവ് സപ്ലൈ കൊടുക്കണം. ഇതിങ്ങനെ ലൂപ്പ് ചെയ്യരുത്. കൺട്രോൾ വയറിങ്ങിന് വേണ്ടി ചെയ്തതാണ്, ഒരു സിഗ്നൽ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വന്നു, ഈ സപ്ലൈ ഇവിടെ കയറി, ഈ കോയിലിൽ കയറി, ഈ രണ്ടും പിക്കപ്പായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ന്യൂട്രൽ ഇവിടെ നിന്ന് കൊടുക്കാം. ന്യൂട്രൽ കൺട്രോൾ വയറിങ്ങിൻ്റെ ന്യൂട്രലിൻ്റെ ഔട്ട് ഗോയിങ് ആണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമറിനും ഇതിൻ്റെ ന്യൂട്രൽ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ ഈ ടൈമറിലോട്ട് ലൂപ്പ് ചെയ്യാം. അവിടെ നമ്മൾ ലൂപ്പ് ചെയ്ത ശേഷം നമുക്കിനി അടുത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്ലൈ ഇവിടെ ഈ കോമൺ ജസ്റ്റ് ഞാൻ സിഗ്നലിന് വേണ്ടി കൊടുക്കുവാണ്. അത് ഓക്കെ, നമുക്ക് സാധാരണയായിട്ട് കൺട്രോൾ വയറിങ്ങിന് മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. അപ്പം ഇതിൽ നമ്മൾ സപ്ലൈ കൊടുത്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ റിലേക്കെല്ലാം നമുക്കിവിടെ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ കൂടെ ലൂപ്പ് ചെയ്യാം. റിലേക്ക് വേണ്ട ന്യൂട്രൽ, ഈ ഇത്രയും സിസ്റ്റം നമ്മുടെ ലൈവ് ഗ്രിഡ് പവറിലായിരിക്കും ഇത്രയും സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ ന്യൂട്രലും ഈ ഒരു റിലേക്കുള്ള രണ്ടാമത്തെ കമാൻഡ് സിഗ്നലുള്ള റിലേക്കുള്ളത് നമുക്ക് ലൂപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയും പിടിയുള്ളൂ. എല്ലാ ന്യൂട്രലും നമ്മൾ ലൂപ്പ് ചെയ്തു. ഈ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ന്യൂട്രലിൻ്റെ ഫേസ് വന്നു, ഇൻകമിങ് കയറി. ഇൻകമിങ് നിങ്ങൾ നോക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഇത് നോക്കേണ്ട കാര്യമില്ല. ഈ സപ്ലൈ നേരെ വന്നു, റിലേ കയറി, റിലേയിൽ നിന്ന് തന്നെ ലൂപ്പ് എടുത്ത് ഈ ഒരു ഫസ്റ്റ് റിലേയുടെ കോമണിൽ ഞാൻ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലൈവ് സപ്ലൈ വരുമ്പോൾ എന്ത് സംഭവിക്കും, റിലേ പിക്കപ്പ് ആവും. റിലേ പിക്കപ്പ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഔട്ട് ഗോയിങ്, ഈ ഒരു സപ്ലൈ ഇല്ലേ, ഇതിൻ്റെ ഔട്ട് ഗോയിങ് വരുന്നത് എപ്പോഴും NOയിലായിരിക്കും. അപ്പോൾ നമുക്ക് NOയിൽ നിന്ന് ഒരു പവർ എടുക്കണം. NOയിൽ നിന്ന് എടുക്കണം. എടുത്തിട്ട് ഇതാണ് NO, താഴെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ
ഫ്രണ്ടിലുള്ളതാണ് എണ്ണ വരുന്നത്. ഈ എണ്ണ സപ്ലൈ എടുത്ത് നമ്മുടെ ഈ A115 ഞാൻ ഓൾറെഡി ലൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ A1ലോട്ട് ഈ റിലേയുടെ ഔട്ട് നമുക്ക് കൊടുക്കണം. ഈ റിലേ പിക്കപ്പ് ആകുമ്പോൾ ഇതിൻ്റെ ഔട്ട് ഇതിലോട്ട് വരണം. അപ്പോൾ നമുക്കിത് കൊടുക്കാം. അത് കൊടുത്തു. നമുക്ക് കണ്ട് ഈ ഒരു A1 കൊടുത്തു. A1 ഒരു ചെറിയ ലൂപ്പ് ഇട്ട് 15 ആണ് അതിനകത്തുള്ള റിലേയുടെ റിലേ കോമൺ ആണ് 15. ഓക്കെ, അപ്പോൾ ഓൺ ഡിലേ ടൈമറിൻ്റെ A1ലും അതൊന്ന് ലൂപ്പ് ചെയ്ത് 15ലും ഞാൻ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഔട്ട് വരുന്നത് എവിടെ നിന്നായിരിക്കും? 18. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഔട്ട് വരുന്നത് 18 ആയിരിക്കും. 18. ഇപ്പോൾ കമാൻഡ് വന്നു കഴിയുമ്പോൾ ഡയറക്റ്റ് ഇവിടെ വരുന്നു, ഇത് പിക്കപ്പ് ആവുന്നു. പിക്കപ്പ് ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ട്രിഗർ ടൈം സെക്കൻഡ് കഴിയുമ്പോൾ 18ൽ ഔട്ട്പുട്ട് വരും. 18ൽ ഔട്ട്പുട്ട് വരുമ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 18 ഒരു സപ്ലൈ എടുത്തിട്ട് 18 ഒരു സപ്ലൈ എടുക്കുന്നു. 18 സപ്ലൈ എടുത്ത് നേരെ നമ്മൾ കൊടുക്കേണ്ടത് ഈ സപ്ലൈ നേരെ ഇവിടെ വന്നു. ഇതിനൊരു ഇൻ്റർലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, രണ്ടും ഒരുമിച്ച് ഓൺ ആകാതിരിക്കാനുള്ള ഒരു സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ NC കൊടുക്കുന്നു. ഇത് നോർമലി ക്ലോസ് ആകുന്ന സമയത്ത് ഈ സപ്ലൈ നേരെ ഈ ടൈം ഡിലേ കഴിഞ്ഞ ശേഷം നേരെ വരുന്നു, ഔട്ട് വരുന്നു. ഔട്ട് വന്ന് നേരെ ഈ NC കയറി NCയുടെ ഔട്ട് എടുത്ത് നമുക്ക് ഈ ഒരു കോണ്ടാക്ടറിൻ്റെ കോയിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയും ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേണ്ടത് DG സപ്ലൈയുടെയാണ്. DG. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഇതിനും ഒരു സപ്ലൈയുടെ ആവശ്യമുണ്ട്. DGയുടെ പവർ നമ്മൾ ലൂപ്പ് ചെയ്യുന്നു. DGയുടെ ഔട്ട് ഗോയിങ് ആണേ. അപ്പം അതിനുശേഷം നമ്മൾ ഇത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊരു ലൂപ്പ് എടുത്ത് ഈ ഒരു ഫസ്റ്റ് റിലേ കണ്ടില്ലേ, ഈ റിലേയുടെ കോമണിൽ ഇതും കൊടുക്കണം. ഓക്കെ, ഇത് വന്ന് നേരെ ഇവിടെ നിന്ന് ലൂപ്പായി. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവിടെ അല്ല കൊടുക്കേണ്ടത്. ഇത് ആക്ച്വലി ഇത് ഞാൻ സിഗ്നൽ ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ലൂപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് MCB ത്രൂ നിങ്ങളുടെ ഡയറക്റ്റ് DGയുടെ സപ്ലൈ ആണ് വരേണ്ടത്. അതിൽ നിന്ന് ലൂപ്പ് ചെയ്താണ് ഈ കൺട്രോൾ വയറിംഗ് ഒക്കെ വരുന്നത്. ഓക്കെ, അതിൽ നിന്നൊരു ന്യൂട്രൽ ഫേസ് എടുത്തിട്ടാണ് ഇതെല്ലാം വരുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു ലാസ്റ്റ് കോമണിൽ ഇത് കൊടുക്കുക. ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ അടിയിൽ അതിന് സ്ക്രൂ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അഴിക്കണം. അഴിച്ചിട്ട് ഇത് അതിൻ്റെ അടിയിൽ കോമൺ സപ്ലൈയിൽ ഈ ഒരു സപ്ലൈ ഞാൻ ഈ കാണാം. അപ്പോൾ ഈ ലാസ്റ്റ് കാണുന്ന കോമണിൽ താഴെ ഇവിടെ കൊടുത്തിരിക്കും. ഓക്കെ, അത് ഞാൻ ലൂപ്പ് ചെയ്യുക താഴെ കോമണിൽ. മറ്റേ പഴയത് കൂട്ടതങ്ങ് ലൂപ്പ് ചെയ്തു. ഓക്കെ, അപ്പം അത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ NC ആണ് വേണ്ടത്. ഇൻ കേസ് പവർ ട്രിപ്പായി കഴിയുമ്പോൾ ഈ സപ്ലൈ നമുക്ക് ഇതിൽ കയറി ഇറങ്ങി ഈ NC വഴിയാണ് ഔട്ട്പുട്ട് വരേണ്ടത്. ഈ NC വഴി നേരെ ഔട്ട്പുട്ട് എങ്ങോട്ടാണ് പോകേണ്ടത്? നമുക്ക് പോകേണ്ടത് ഈ ടൈമറിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ടൈമറിലോട്ട് ഒരു ചെറിയ ലൂപ്പ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ താഴെ ഈ കോമണിൻ്റെ നേരെ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ടോപ്പ് സൈഡ് NC ഇത് നമ്മൾ ഒരെണ്ണം ലൂപ്പ് ചെയ്യുന്നു. NC ആണ് കൊടുക്കണ്ടേ. NC കൊടുത്തു. ഇതിൻ്റെ ആ ഒരു A1 കൊടുക്കുന്നു. A1 ഒരു ലൂപ്പ് എടുത്ത് നമ്മുടെ ടൈമറിൻ്റെ ടൈമറിൻ്റെ റിലേ ഉണ്ടല്ലോ അതിനകത്തിലെ അതിൻ്റെ കോമണിലോട്ട് സെയിം നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ഗ്രിഡ് സപ്ലൈ ലൂപ്പ് ചെയ്തില്ലേ, ആ സെയിം അതുപോലെ തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കൊടുത്തു. ഓക്കെ, ഇത് ലൂപ്പ് ചെയ്ത് കൊടുത്തു. NC നിന്നാണ് NC കൊടുത്തു. അതിനുശേഷം നമുക്ക് വേണ്ട എന്താ, ഇതിൻ്റെ ഔട്ടാണ് വേണ്ടത്. ഇതിൻ്റെ ഔട്ട് കൊടുക്കാനുണ്ട്, പിന്നെ ഇതിൻ്റെ ന്യൂട്രലും കൊടുക്കാനുണ്ട്. നമുക്ക് ഔട്ട് കൊടുക്കുന്നതിന് മുമ്പ് ന്യൂട്രൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ന്യൂട്രൽ നമുക്ക് ഔട്ട് കൊടുക്കാം. ഔട്ട് കൊടുത്തു. ഇതിൽ നമുക്ക് ഇതിലോട്ടൊരു സപ്ലൈ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമുക്കൊന്ന് ലൂപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ലൂപ്പ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ കോമൺ കൊടുത്തു. ഈ കോമണിൽ നമുക്കൊരു A2 സപ്ലൈ കൊടുക്കണം. ഈ കോണ്ടാക്ടറിൻ്റെ കോയിൽ സപ്ലൈ നമുക്ക് വേണമല്ലോ. നമുക്ക് മറ്റേ ഇതിലും കൊടുക്കാറുണ്ട്. അത് നമുക്ക് ഇത് കൊടുത്തിട്ട് അത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ന്യൂട്രൽ കൊടുത്തു. നമുക്കിനി ഇതിൻ്റെ ന്യൂട്രൽ നമ്മൾ കൊടുത്തില്ല, അതും കൂടെ നമുക്ക് കൊടുക്കാം. ഇതിൽ നിന്ന് തന്നെ ലൂപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ന്യൂട്രൽ എല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞു, ഇവിടുത്തെ ന്യൂട്രൽ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോയിൽ സപ്ലൈ. ഇതിൻ്റെ കോയിൽ സപ്ലൈ നമ്മൾ എടുക്കുന്നത് ഇവിടെ ഓൾറെഡി ഇതിൻ്റെ സിഗ്നൽ വന്ന് നിൽപ്പുണ്ട്. ഈ സിഗ്നലിൻ്റെ ഔട്ട് 18 എന്നാണ് വരുന്നത്.
18 നമുക്ക് എടുക്കാം. ഇതിൻ്റെ ഔട്ട് എടുക്കുന്നു, ടൈമറിൻ്റെ ഔട്ട്. ഞാൻ ആദ്യം മുതൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഓരോന്ന് നമുക്ക് ഇൻ്റർലോക്ക് കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മടിക്കുന്നുണ്ട് കേട്ടോ, അത് ഞാൻ നോക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും ചെയ്തിട്ട് നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഞാൻ കൊടുത്ത ശേഷം ഇതിൽ നിന്ന് നമുക്ക് ഔട്ടാണ് ഈ കോയിൽ സപ്ലൈയിലോട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ NC ആണ്. ഇത് ഓഫ് ആയിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട് വരും. NC വന്നു, നേരെ കൊടുക്കേണ്ടത് ഇതിൻ്റെ കോയിൽ സപ്ലൈയിലോട്ടാണ്. ഓക്കെ, ഇതാണ് ഇൻ്റർലോക്കിൻ്റെ സിസ്റ്റം. ഇൻ്റർലോക്ക് വരുന്നുണ്ട്, ചേഞ്ച് ഓവർ വരുന്നുണ്ട്. ഓക്കെ, എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വയറിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സപ്ലൈ, മെയിൻ സപ്ലൈ ഇതെല്ലാം കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലിങ്ക് നമ്മൾ ലിങ്ക് കൊടുക്കണം. എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ കോമൺ ആയിട്ട് വരുന്നത്. 2 സപ്ലൈ വന്നിട്ട് കോമൺ ആയിട്ട് പോലെ. അപ്പോൾ നമുക്കിത് ന്യൂട്രൽ ഒന്നുകൂടെ ലൂപ്പ് ചെയ്തേക്കാം. നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന സപ്ലൈ ആണിത്. ഓക്കെ, അത് ലൂപ്പ് ചെയ്തു. ഇനി നമുക്കിവിടെ ഒരു റെഡ് സപ്ലൈ എന്നുവെച്ചാൽ ഇതിൻ്റെ കോമൺ സപ്ലൈ ആണിത്. സപ്ലൈ നമ്മളിവിടെ ലൂപ്പ് ചെയ്തു. ഓക്കെ, ഇതിന് നേരെ ഔട്ട്. ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഇൻഡിക്കേഷന് വേണ്ടിയാണ് ഞാനിതിങ്ങനെ കൊടുത്തത് കേട്ടോ. നമുക്കിത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട് ഒരു LED ലൈറ്റ് കൂടെ നമുക്കിവിടെ കൊടുക്കാം. ജസ്റ്റ് ഒരു LED ഇൻഡിക്കേഷൻ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഔട്ട് വന്നു കഴിഞ്ഞാൽ ഓൺ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വരും, ഈ ലൈറ്റ് കത്തും. മീൻസ് സപ്ലൈ നമുക്ക് ഔട്ട് ഗോയിങ് കിട്ടും. അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മെയിൻ ഇലക്ട്രിസിറ്റി ബോർഡില്ലേ, ഗ്രിഡ് സപ്ലൈ കൊടുക്കാം. ഇത് ഗ്രിഡ് സപ്ലൈ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാനൊരു ഇൻഡിക്കേഷൻ കൂടെ കൊടുക്കുവാണ്. ആ ഒരു സപ്ലൈ ഫെയിൽ ആയോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈവ് സപ്ലൈ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വരുന്ന സപ്ലൈ, ഗ്രിഡ് സപ്ലൈ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അറിയാൻ വേണ്ടി ഒരു ഇൻഡിക്കേഷൻ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ ഔട്ട് ഗോയിങ് സപ്ലൈ ഇതാണ്. ഇനി നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ DG സപ്ലൈ ആണ്. അപ്പോൾ DG സപ്ലൈ നമുക്ക് DG ഓൺ ആക്കണമല്ലോ. അതിനൊരു കമാൻഡ് നമുക്ക് ആവശ്യമുണ്ട് DG ഓൺ ആക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു DG ആണെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനറേറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് ഔട്ട് വരുന്നത്. അപ്പോൾ ജനറേറ്ററിന് സപ്ലൈ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കി എടുത്തു ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിത് ട്രിപ്പ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് സിഗ്നൽ ജനറേറ്ററിന് പോകണം, എന്നാൽ മാത്രമേ അതിൻ്റെ ഔട്ട് ഗോയിങ് വരുത്തുള്ളൂ. ഒരു സിഗ്നൽ, ഒരു റിമോട്ട് സിഗ്നൽ ചെല്ലുമ്പോഴായിരിക്കും അതൊരു കമാൻഡ് കൊടുക്കുമ്പോഴായിരിക്കും അത് ഓൺ ആകുന്നത്, സ്റ്റാർട്ടായിട്ട് ഇതിലോട്ട് സപ്ലൈ വരും. സപ്ലൈ വന്ന ശേഷം ഇത്ര സെക്കൻഡിന് ശേഷം ഔട്ട് ഗോയിങ് വരണം. അതിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഒരു സാമ്പിൾ കൊണ്ട് കാണിക്കുവാണ്. ഇപ്പോൾ ഇതൊരു ജനറേറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ സപ്ലൈ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. ഇതിന് വേണ്ടി ഒരു ലൈറ്റ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, സപ്ലൈ വന്നോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. DG സ്റ്റാർട്ടാകുന്നതിന് വേണ്ടിയുള്ളൊരു സിഗ്നൽ ഔട്ട് ഗോയിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് DG സ്റ്റാർട്ട് ചെയ്യാനുള്ള സിഗ്നൽ വേണമെന്ന് പറഞ്ഞില്ലേ, ഇത് DG നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി DGക്കകത്ത് നിന്ന് ജനറേറ്ററിനകത്തുനിന്ന് ഓൾറെഡി ഒരു സിഗ്നൽ കാണും, റിമോട്ട് സിഗ്നൽ. അതൊരു കമാൻഡ് ഓൾറെഡി ഇപ്പോൾ വരുന്ന ജനറേറ്റർ എല്ലാത്തിനകത്തും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കമാൻഡിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു വയറാണ്. ഓക്കെ, ഈ ഒരു വയർ നമുക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ജസ്റ്റ് സിഗ്നലിന് വേണ്ടി കാണിക്കുകയാണ്, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. ഈ ഒരു കണക്ഷൻ ഇങ്ങനെ അല്ല വരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഈ കോണ്ടാക്ടർ ഒന്ന് ജനറേറ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഇതിലാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഈ റിലേ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, റിലേ ആക്റ്റീവ് ആയതുകൊണ്ട് ഇതിലെപ്പോഴും സപ്ലൈ കാണത്തില്ല. അത് എപ്പോൾ കട്ടാവുന്ന ആ സമയത്തായിരിക്കും കമാൻഡ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ കോയിൽ സപ്ലൈ കൊടുക്കണം. ഇതിൻ്റെ താഴേന്ന് കോമണിൽ നിന്ന് ഈ സപ്ലൈ ലൂപ്പ് ചെയ്യുക. ആ സപ്ലൈ നേരെ ഞാൻ ഇതിൻ്റെ കോണ്ടാക്ടർ കൊടുക്കും. കോണ്ടാക്ടർ മീൻസ് ഇത് DG സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സിഗ്നൽ, അത്രേ ഉള്ളൂ. ഇതുപോലെ ആയിരിക്കും ആ സിഗ്നൽ വരുന്നത്. നമ്മുടെ DG എന്ന് വരുന്ന ഒരു സിഗ്നൽ ഈ NC പോയിന്റിൽ നിന്നായിരിക്കും കൊടുക്കേണ്ടത്. ഓക്കെ, എന്ന് വെച്ചാൽ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ റിലേ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ ഈ ഒരു NC കോണ്ടാക്ട് സപ്ലൈ കാണത്തില്ല. എപ്പോൾ ഇത് കട്ടാകുന്നു അപ്പോഴാണ് ഈ ഒരു കോണ്ടാക്ടിന് സപ്ലൈ പോകേണ്ടത്. അത്രേ ഉള്ളൂ. അത്ര നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിത് ഒന്ന് സപ്ലൈ കൊടുക്കാം. അപ്പം ഈ ഒരു ബ്രേക്കർ ഞാൻ ഓൺ ആക്കിയിട്ടേക്കുവാണ്. രണ്ടാമത്തെ DGയുടെ ബ്രേക്കർ ഓണാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സപ്ലൈ കൊടുത്തപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള സപ്ലൈ വന്നു, ഗ്രിഡ് സപ്ലൈ വന്നിട്ടുണ്ട്. ഗ്രിഡ് സപ്ലൈ വന്നു കഴിഞ്ഞ ശേഷം ഇത്ര സെക്കൻഡ് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഔട്ട് ഗോയിങ് ഈ കോണ്ടാക്ടർ ഓൾറെഡി പിടിച്ചു. ഈ കോണ്ടാക്ടർ ഇപ്പോൾ ഓണാണ്. ഇതിൻ്റെ ഔട്ട് ഗോയിങ് വന്നു. ഓക്കെ,
ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈ അങ്ങ് പോവാം എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഈ പ്ലഗ് ഈ സപ്ലൈ അങ്ങ് ഊരി വിടുക. ഊരി വിടുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറ്റും, ഈ സപ്ലൈ ഇവിടുന്ന് ഈ ഒരു റിലേ ഓഫ് ആവും. റിലേ ഓഫ് ആയി കഴിയുമ്പോൾ ഈ ഒരു സിസ്റ്റം വന്ന് ഇവിടെ ലിങ്ക് ആവും. ലിങ്ക് ആയി കഴിയുമ്പോൾ ഡി ജിക്കുള്ള കമാൻഡ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തു. ഡി ജിക്ക് കമാൻഡ് പോയി, ഡി ജി ഓണായി. ഡി ജി ഓണായ ശേഷം ഇതിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്, സപ്ലൈ വന്നിട്ടുണ്ട്. ഇത്ര സെക്കൻഡ് കഴിയുമ്പോഴത്തേന് നമ്മൾ എത്ര സെക്കൻഡാണ് വെച്ചിരിക്കുന്നത്, ഒരു 5-6 സെക്കൻഡ്, 6-7 സെക്കൻഡൊക്കെ വെക്കാം. ആ സെക്കൻഡ് കഴിയുമ്പോഴത്തേന് ഡി ജി ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി. അപ്പോൾ കോണ്ടാക്ടർ ഓണായി, ഔട്ട്പുട്ട് സപ്ലൈ വന്നു. ഓക്കെ, ഇനിയിപ്പം ഗ്രിഡ് സപ്ലൈ വന്നു എന്ന് വിചാരിക്കാം. ഗ്രിഡ് സപ്ലൈ വന്നു, ഞാനിപ്പം സപ്ലൈ കൊടുക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറ്റും, അതിൻ്റെ ഒരു കമാൻഡ് കട്ട് ഓഫ് ആവും, ജനറേറ്റർ തന്നെ ഓഫ് ആവും, ആ കോണ്ടാക്ടർ ഓഫ് ആവും, ഔട്ട് ഗോയിങ് സപ്ലൈ ഒപ്പം തന്നെ ഓഫ് ആവും. ഈ ഒരു ഇത്ര സെക്കൻഡ് കഴിയുമ്പോഴത്തേന് മെയിൻ സപ്ലൈ ഔട്ട് ഗോയിങ് വരും. സംഭവം പിടി കിട്ടിയല്ലോ. ഒന്നര കാണിക്കാം. ഇത് നേരെ ഈ ഗ്രിഡ് സപ്ലൈ ഓഫ് ആവുന്നു. ഓഫായി കഴിയുമ്പം ഡി ജിക്കുള്ള കമാൻഡ് പോകുന്നു, ഡി ജി ഓണായി, അതിൻ്റെ ഔട്ട്പുട്ട് വന്നു. ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ ഇത്ര സെക്കൻഡ് കഴിയുമ്പോഴത്തേന് ഇവിടെ ടൈമർ ഡിലേ അടിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ കാണാം. ഈ ഒരു ടൈമർ ഓൺ ആയിട്ടുണ്ട്. ഈ ടൈമർ ഇത്ര സെക്കൻഡ് കഴിയുമ്പോഴത്തേന് കോണ്ടാക്ടർ ഓൺ ആവും. ഡി ജിയുടെ കോണ്ടാക്ടറാണിത്. ഓണായി കഴിയുമ്പോൾ ഔട്ട്പുട്ട് സെയിം വീട്ടിലോട്ടുള്ള ഹൗസിലോട്ടുള്ള ആ ഒരു ലൈൻ ഔട്ട്പുട്ട് വരും ഇൻ കേസ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ സപ്ലൈ വരുവാണ്. വന്നു കഴിയുമ്പോൾ ഡി ജിക്കുള്ള കമാൻഡ് കട്ട് ഓഫായി, കോണ്ടാക്ടർ ഓഫായി. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കോണ്ടാക്ടർ സപ്ലൈ കൊടുക്കുന്നില്ല, അതെന്ന് വെച്ചാൽ സേഫ്റ്റിക്ക് വേണ്ടി. അപ്പോൾ കട്ട് ഓഫ് ആയ ശേഷം ഇത്ര സെക്കൻഡിന് ശേഷമാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് എന്ത് സോളാറിനും കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം, ഡി ജിക്കും കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.